ഉം. ആ വെന്നിച്ചല്ലേ ആ തെന്നിച്ചായമായിട്ട് രാവിലെ തന്നെ വെന്നിച്ചായ ഒരു സാധനം കൊടുക്കണം. എന്നാ എന്നാ സാധനമാ? മാറ്റാ ഓ എനിക്കും കൂടെ വെച്ചേക്കണേ അപ്പാ. കുറെ ദിവസമായില്ലേ കണ്ടിട്ട്. ഉം. അപ്പൊ എന്നെ കാണാൻ തോന്നുന്നുണ്ടോ? പിന്നെ എന്നിട്ട് എന്ത് ഇത്രയും ദിവസമായിട്ട് എന്നെ കാണാൻ ഇങ്ങ് വരാഞ്ഞ്? അങ്ങ് വരുമ്പോ ഇവിടുത്തെ പോലെയാണോ? അവിടെ നിന്റെ ചേട്ടത്തിയും എല്ലാരും ഇല്ലേ? പിന്നെ അപ്പം വരുമ്പോ ഞാൻ ഒരു ബുദ്ധിമുട്ട് വേണ്ട. അതിന് അപ്പൻ എന്നെ വിളിച്ചാ പോരായോ? ഞാൻ ടൗണിലേക്ക് വരത്തില്ലേ? എന്റെ ഭർത്താവ് വിളിച്ചോ? ഓ അത് ഞാൻ വിളിച്ചായിരുന്നു. അപ്പനെ വിളിച്ചില്ലായിരുന്നോ? എന്നെ വിളിച്ചായിരുന്നു. എന്നാ പറഞ്ഞു മാക്കെ? അതെ എന്നാ ഇനി 2 വർഷം എടുക്കും വരാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു 5 വർഷം എടുത്താലും കുഴപ്പമില്ല, താനോടെ നിന്നോളം വന്നു. അതെനിക്ക് മനസ്സിലായി. എന്നാ പറഞ്ഞു? എന്നാ കൊച്ചോടല്ലാണ്ട് ഒരു സുഖമല്ല. അതിനിപ്പോ എന്താ, ഇന്ന് ഞാൻ അങ്ങ് എത്തുമല്ലോ, അപ്പൊ എല്ലാ സുഖം കൂടിയാവും. പിന്നെ ഇന്ന് ജോസ്മോൻ ഉണ്ടാവത്തില്ല കേട്ടോ. അവനെങ്ങ് പോണു? അതെന്താ ബാംഗ്ലൂരിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട്, അവരൊക്കെ ഉണ്ടാവില്ല. അപ്പോഴാ ഞാൻ പറഞ്ഞത് ചേട്ടത്തിനെ വിളിച്ചുകൊണ്ട് വരെ, എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാൻ മേല. അപ്പൊ അതിനൊക്കെ പറഞ്ഞിട്ട് സംശയമൊന്നുമില്ല. അപ്പൊ ഇന്ന് നമുക്ക് അടിച്ചു വിളിക്കാല്ലേ? ഒന്നും ഉഷാറാ. അപ്പനിന്ന് എന്നാ ഉദ്ദേശിക്കുന്ന? എന്താ ഉദ്ദേശിക്കുന്ന എനിക്കറിയാലോ, അപ്പൻ്റെ ഒരു ടേസ്റ്റ് അറിയാലോ. അലവിലങ്ങ് പിന്നെ മോളി ഇന്ന് വരും സംശയം കേട്ടോ. ഇന്നലെ നാളെ എന്തായാലും മോളി വരും. ആണോ? ഇന്ന് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാളെ എന്തായാലും മോളി വരും. അപ്പൊ തൊലഞ്ഞ് അത് കുഴപ്പമില്ല. നീ അവൾക്കൊന്നും സംശയമൊന്നുമില്ല. ഒന്നും ആർക്കും ഒരു പ്രശ്നമുണ്ട്. ആരുമില്ലെങ്കിൽ നല്ല രസാ. അപ്പനറിയത്തില്ലേ? എനിക്കറിയേണ്ടത് ആ ബില്ലെവിടെ മക്കളെ, പിന്നെ ആ തള്ളെവിടെ മക്കളെ എന്നുള്ളതാണ്. കഴിഞ്ഞ 2 മാസക്കാലം KSEB നമുക്ക് സർക്കാർ ചെലവിൽ അച്ചടിച്ച് നൽകിയ ബില്ലുണ്ടല്ലോ, അതിൽ താഴെ പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ എന്ന് മലയാളത്തിൽ എഴുതി വെച്ച ഒരു വരി ഉണ്ടായിരുന്നു. അപ്പോ അടുത്ത മാസം ബില്ല് വരുമ്പോ അതിൽ ഫ്രീക്വൻസി ഡ്രിപ്പിംഗ് അനുഭവവേദ്യമാക്കിയ 1 മാസക്കാലം എന്ന് ഇൻവേർട്ടഡ് കോമയിൽ പ്രിന്റ് ചെയ്ത് തന്നാൽ നന്നായിരിക്കും എന്നുള്ളതാണ്. നോക്കൂ, ഉള്ള കറണ്ട് ഉള്ള കാലത്ത് കൊടുക്കാനാണെങ്കിൽ ഈ പറയുന്ന ബോർഡിന്റെയും ഉദ്യോഗസ്ഥരുടെയും IAS ഉദ്യോഗസ്ഥരുടെയും ഒന്നും മേൽനോട്ടത്തിന്റെ ആവശ്യമില്ല. ഇത് കുറച്ച് ഉദ്യോഗസ്ഥർക്ക് വളരെ സാങ്കേതികമായി ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. നമ്മളൊരു വിഷയത്തെ സാങ്കേതികമായി ന്യായീകരിക്കണമോ രാഷ്ട്രീയമായി വിശദീകരിക്കണമോ എന്ന സെലക്ഷൻ നമ്മളുടേതാണ്. അത് ചില സമയത്ത് നമുക്ക് ഈ കഴിഞ്ഞ കാലത്തെ പവർ കൺസംഷൻ, ആ ചൂടിന്റെ ഓരോ ദിവസവും ഉണ്ടാകുന്ന വ്യത്യാസം എന്ന നിലയ്ക്ക് നമുക്ക് പരിശോധിക്കാൻ തോന്നും. ചില സമയത്ത് നമുക്കതൊരു രാഷ്ട്രീയ കാലത്തിന്റെ പിടിപ്പുകേട് എന്ന നിലയ്ക്ക് പരിശോധിക്കാൻ തോന്നും. ഇതിലേത് വേണം എന്നുള്ളത് നിർഭാഗ്യവശാൽ നമ്മുടെ മാത്രം വളരെ വ്യക്തിപരമായ രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനമാകുന്ന സമയത്താണ് അത് എക്സ്പോസ്ഡ് ആവുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. വി ശിവൻകുട്ടി പോസ്റ്റ് ഇട്ടത് 2024 ഏപ്രിൽ 5-നാണ്. ഈ പവർ കട്ട് എന്ന് കേട്ടിട്ട് എത്ര കാലമായി എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് എന്താണ്? ശരിയല്ലേ? അദ്ദേഹം ഉപയോഗിച്ച വാക്ക് പവർ കട്ടാണ് എന്നുള്ളതാണ്. അങ്ങ് ചിന്തിച്ചെടുത്താൽ മതി. അപ്പൊ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് പവർ കട്ട് എന്നുള്ളതാണ്. എന്താണ് പവർ കട്ട്? എന്താണ് ലോഡ് ഷെഡിങ്? പവർ കട്ട് എന്ന് പറയുന്നത് അൺപ്ലാൻഡ് ആയിട്ടുണ്ടാകുന്ന ഒരു പവർ ഫെയിലിയർ ആണ്. അത് അൺഎക്സ്പെക്ടഡ് ആയിട്ടുണ്ടാകുന്ന ഒന്നാണ്. അപ്പോ ഈ അൺപ്ലാൻഡ് ആയിട്ടും അൺഎക്സ്പെക്ടഡ് ആയിട്ടുമാണ് UDFന്റെ കാലത്ത് ഈ ഫെയിലിയർ ഉണ്ടായത് എന്നാണോ വി ശിവൻകുട്ടി പറഞ്ഞത്? അങ്ങനെ ഒരു വാദം PR സുനിലുണ്ടോ? അൺഎക്സ്പെക്ടഡ് ആയിരുന്നോ UDFന്റെ കാലത്ത് പവർ ഫെയിലിയർ, അതോ ലോഡ് ഷെഡിംഗ് ആയിരുന്നോ? ലോഡ് ഷെഡിംഗ് ആയിരുന്നു അല്ലെ? അപ്പോ ഈ സാങ്കേതികമായ കാര്യങ്ങളിൽ തെറ്റ് അപ്പുറത്തും പറ്റുന്നുണ്ട്. കാരണം പവർ കട്ട് എന്ന് പറയുന്നത് അങ്ങനെയല്ല, ലോഡ് ഷെഡിംഗ് ആണ് ഉണ്ടായിരുന്നതെന്നാണ് വാദം. ആയിക്കോട്ടെ. അപ്പോ ഈ പവർ കട്ട് എന്ന വാക്കാണല്ലോ വി ശിവൻകുട്ടി പോസ്റ്റിൽ ഉപയോഗിച്ചത്. 2 വാക്കില്ല, അതിനകത്ത് ഒറ്റ വാക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ലോഡ് ഷെഡിംഗ് പറയുന്നത് പ്ലാൻഡ് ആണ്. അത് ഓരോ സമയത്ത് ഓരോ ഇടങ്ങളിൽ വെച്ച് നമുക്ക് ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ ചെയ്യാൻ കഴിയാത്ത സമയത്ത് വളരെ സമയബന്ധിതമായി നടപ്പിലാക്കുന്ന ഈ സപ്ലൈ
സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഇത് രണ്ടുമാണ്. ഇത് രണ്ടുമല്ലാത്ത ഈ ഫ്രീക്വൻസി ഡ്രിപ്പിംഗ് എന്ന് പറയുന്ന സംവിധാനമാണ്. പവർ കട്ട് എന്ന് പറഞ്ഞാൽ നൊന്തുപോകും, ലോഡ് ഷെഡിംഗ് എന്ന് പറഞ്ഞാൽ നൊന്തുപോകും. ഫ്രീക്വൻസി ഡ്രിപ്പിംഗ് ആണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് വിശദീകരണം. ഇതൊന്ന് വിശദിപ്പം KSEB ഓഫീസിൽ രാത്രി ഒരു കുഞ്ഞിനെയും കൊണ്ട്, ഒരു 1-2 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരു അമ്മ കുടുംബമടക്കം KSEB ഓഫീസിലേക്ക് എഴുന്നേറ്റ് പോകണമെങ്കിൽ അവർക്ക് രാവിലെ എഴുന്നേറ്റ് പണിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, നിൽക്കാൻ കഴിയാത്ത പ്രശ്നമുള്ളത് കൊണ്ടും ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ നിർത്താതെ കരയുന്നതും ഒക്കെ കൊണ്ട് എടുക്കുന്ന ഒരു തീരുമാനം, ഒരു